ഇന്ന് ഇവിടുത്തെ ദേശീയ വിമൻ കമ്മീഷൻ ചെയർപേഴ്സണ് ഒരു പരാതി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ കൈമാറിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ പാലക്കാടിലെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ വനിതാ കമ്മീഷൻ അന്വേഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇത് പോലീസ് ഇടപെടുന്ന നടപടിയല്ല. അതിലിപ്പോൾ സ്ഥാനാർത്ഥിയെ തന്നുകൊണ്ട് നിങ്ങൾക്ക് ബി.ജെ.പിക്ക് തന്നെ ക്ഷീണമാവുകയുള്ളൂ. തെറ്റായ നടപടി എന്ന രീതിയിലല്ലേ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഒരു സ്ഥലത്തേക്ക് തടസ്സപ്പെടുത്തി പറയുമ്പോൾ അത് ബി.ജെ.പിക്ക് ക്ഷീണമാവുന്ന രീതിയിലേ വരിക. പെണ്ണുപിടിയന്മാരെയും ആഭാസന്മാരെയും തോളിൽ കയറ്റി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലെ അമ്മമാർ അതിനെതിരെ പ്രതികരിക്കും എന്ന് പറയുമ്പോൾ അത് മാധ്യമ ലോകം കാണേണ്ടത് ഒന്ന് ശുദ്ധത പഠിപ്പിക്കാൻ തയ്യാറാവുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താ ക്ഷീണം? അല്ലല്ല, ഞങ്ങൾക്ക് എന്താ ക്ഷീണം? നോക്കൂ, നിയമ നടപടി നടക്കട്ടെ, അതായത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഈ പെൺകുട്ടിക്ക് അതായത് ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോ ബലാത്സംഗം വ്യക്തിപരമാണ് എന്ന് പറഞ്ഞതോ? ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, എന്താ പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ബാധ്യത തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടുവെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതിജീവിത പറഞ്ഞതിനു ശേഷം എന്തുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറായില്ല എന്നുള്ള ചോദ്യം അത് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? അതിന് അമ്മമാർ തടയുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണോ? അത് ഞങ്ങൾ നോക്കൂ, വോട്ട് ചോദിക്കാൻ നോക്കൂ, അത് നിങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് ചോദിക്കാൻ വരുന്നതിനെ കുറിച്ചല്ല വിഷയം. ഇന്നലെ ആ കൗൺസിലർ ഉൾപ്പെടെ സമര പോരാട്ടത്തിലായിരുന്നു. SP ഓഫീസിന്റെ മുന്നിൽ ഞങ്ങളെല്ലാം തന്നെ മണിക്കൂറുകൾ നീണ്ട സമരരംഗത്തായിരുന്നു. നിങ്ങളിൽ പലരെയും അവിടെ കണ്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ അല്ലല്ല, അതിലൊന്നും വിഷയമില്ല, അതിലൊന്നും പരാതിയും പരിഭവവും നമുക്കില്ല. പക്ഷെ ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയാം, അടിയന്തരമായി മാധ്യമ പ്രവർത്തകർ കൂടുതൽ സ്നേഹം UDF സ്ഥാനാർത്ഥിയോടുണ്ടെങ്കിൽ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നേതൃത്വത്തിലാണ് തടയുന്നത്. അത് ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, പല ആരോപണങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, അദ്ദേഹത്തെ പ്രചരണത്തെ തടസ്സപ്പെടുത്തിയല്ലേ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ, അദ്ദേഹത്തിനോട് പ്രചരണം നടത്തുക. ഇത് കേരളമാണ്. ഇതിനു മുൻപ് ഞാൻ പറയാം, ഇത് കേരളമാണ്. കവിയൂരും കിളിരൂരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞിട്ടുണ്ട്. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി മര്യാദ പാലിച്ചുകൊണ്ട് സംയമനം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ന്യായീകരണ തൊഴിലാളിയായി വർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ മുന്നിൽ നിങ്ങൾ ഇനി വീണ്ടും ചോദ്യം ചോദിക്കേണ്ട. ചോദിച്ചാൽ ഞാൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഒരു ചോദ്യം, ഒരു 4 പേര് ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മാപ്പ് പറഞ്ഞിരിക്കണം. UDFന്റെ സ്ഥാനാർത്ഥി മാപ്പ് പറയണം. ഞാൻ രാവിലെ പറഞ്ഞ വാക്കുകൾ സ്ത്രീ സമൂഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന മാപ്പ് പറയാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറാണ്.